അതിന് NDF ആകല ആണോ? ആരെയാ പേടിപ്പിക്കേണ്ടത്? ആരെയാണ് പേടിപ്പിക്കേണ്ടത്? അതിനു വേണ്ടിയുള്ള ആയുധമാണ് ശേഖരിക്കേണ്ടത് എന്ന് പറഞ്ഞത്. അത് തന്നെ ആരോടാന്നുള്ളത് പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ചങ്ങാതി കട്ടവന്റെ കൈമുറിക്കണമെന്ന് ഖുർആനിലില്ലേ? ഉണ്ട്. കക്കാറില്ലേ മുസ്ലിം സമുദായം? പത്രം എടുത്തു നോക്ക്, NDF സഹോദര സിമി, അതുപോലുള്ള മനസ്ഥിതിയുള്ള മുസ്ലിങ്ങളെ, മനുഷ്യരെ, പത്രം എടുത്തു നോക്ക്. എത്ര ആൾക്കാർ മോഷണം നടത്തി? വീട്ടിൽ കത്തിയില്ലടോ? ഉണ്ട്. കയ്യില്ല നിങ്ങൾക്ക്? ഉണ്ട്. കയ്യിനല്ലില്ലേ? ഉണ്ട്. ആ കട്ടവന് കയ്യില്ലേ? ഉണ്ട്. എന്താ മുറിയാത്തത്? അപ്പൊ RSSകാരെ തല്ലാൻ മാത്ര ഖുർആനായത്? ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതെവിടെയാ? വ്യഭിചാരം നടക്കുന്നില്ലേ? ഇല്ലേ? പത്രങ്ങളിലൊക്കെ ഇല്ലേ? ഉണ്ട്. ബലാത്സംഗം നടക്കുന്നില്ലേ? സ്വയം ഭോഗമില്ലേ? സ്വവർഗഭോഗമില്ലേ? എല്ലാം ഉണ്ട്. അതിനെന്താ പരിഹാരം? വ്യഭിചരിച്ചവനെ എന്ത് ചെയ്യണമെന്നാ ഖുർആൻ പറഞ്ഞത്? റസൂൽ എന്താ പഠിപ്പിച്ചത്? എന്നിട്ടോ എന്താ? കല്ലില്ലേ വീട്ടില്? കല്ലില്ലേ നാട്ടില്? ഉണ്ട്. ആളെ മനസ്സിലായില്ലേ? പിന്നെന്താ പ്രശ്നം? പിന്നെ RSSകാരെ തല്ലാൻ മാത്ര ഖുർആൻ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാരാ ചെയ്യേണ്ടത്? നമ്മളാണോ? ആരാ പട്ടാളം? ഞാൻ പട്ടാളാകുക? നമ്മൾ ഓരോരുത്തരും പട്ടാളാകുക? ഞാനിട്ട് ഇറങ്ങാ, നിങ്ങൾ ഇറങ്ങാ? ശരി, ഇതാണോ? അല്ല. കട്ടവന്റെ കൈമുറിക്കേണ്ടത് ആരാ? നീ കട്ടു എന്ന് ഞാൻ പറയാം, കത്തിരുത്ത് വെട്ടുക. അപ്പോ അതിനു മുമ്പ് നിങ്ങളെല്ലാരും പറയും ഞാനാ കട്ട്, നിങ്ങൾ എന്റെ കൈ മുറിക്കും. ഇല്ലേ? കഴിഞ്ഞില്ലേ കഥ? ഇതാ അരാജകത്വം. ഇതാണ് അരാജകത്വം. അതിനല്ല ഇസ്ലാം മതം ഉണ്ടായത്. അല്ലേ? വലക്കും ഫിൽ ഖിസ്സാസി ഹയാത്ത്, പ്രതിക്രിയയിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട്. ഖുർആൻ പറഞ്ഞതാ. ആ പ്രതിക്രിയയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കട്ടവന്റെ കൈമുറിക്കൽ. കട്ടവന്റെ കൈമുറിക്കൽ നിങ്ങൾക്ക് ജീവിതമുണ്ട്. എവിടെയാ ജീവിതം വേണ്ട NDFകാരന്? അവിടെയാണ് വിശേഷം. അവനവനിൽ തുടങ്ങണം ഇസ്ലാമിക വിപ്ലവം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ പറഞ്ഞത്? പ്രമാണിമാരിൽപ്പെട്ട ഒരാൾ തെറ്റ് ചെയ്തപ്പോൾ ശുപാർശ ചെയ്തിട്ട് ശിക്ഷ നടപ്പാക്കാതിരിക്കുകയും പാവപ്പെട്ടവൻ തെറ്റ് ചെയ്തപ്പോൾ ശിക്ഷ നടപ്പാക്കുകയും ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അതിവിടെ നടക്കൂല. വലൗ അന്ന ഫാത്തിമ ബിൻത മുഹമ്മദ് സറഖത്, മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിലും ലഖതഅതു യദഹ, ഞാനോളെ കൈമുറിക്കും. എവിടെ NDFകാരാ നമ്മുടെ ഫാത്തിമമാരുടെ കൈമുറിക്കാൻ? നമ്മുടെ അബൂബക്കർമാരുടെ, മുഹമ്മദ്മാരുടെ, സുഹൈർമാരുടെ കൈമുറിക്കാൻ ആള് ഇല്ല. പിന്നെ RSSകാരനെ തല്ലാൻ മാത്ര ഖുർആൻ? ഇവിടെയാണ് വിഷയം. അതുകൊണ്ട് നമ്മൾ വസ്തുതകളിലേക്ക് തിരിച്ചു വരണം. ഒന്നാമതായി വിഷയം തൗഹീദിന്റെ പേരിലാണ് ജിഹാദ്. തൗഹീദിന്റെ മക്കൾക്ക് വേണ്ടിയാണ് ശരീഅത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ച മനുഷ്യരെ, ഇന്നമൽ ഖംറു വൽ മൈസിറു, കള്ള് ഹറാം. അല്ലേ? വിശ്വാസം വേണം, തൗഹീദ് വേണം. അള്ളാഹു ഉണ്ട് എന്ന് മക്കാ മുശ്രിക്കിന് അറിയാം. അവർ കടലിൽ പോയാൽ അള്ളാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കും. നമ്മളെ നാട്ടുകാര് കടലിൽ പോയ മമ്പർത്തങ്ങളെയും ബദരീങ്ങളെയും മാത്രം വിളിച്ചു പ്രാർത്ഥിക്കും. അള്ളാനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തോന്നൂല അവർക്ക്. കാരണം അങ്ങനെയാ മുസ്ലിയാക്കന്മാരെ പഠിപ്പിച്ചത്. അത് തെറ്റാന്ന് NDF പറഞ്ഞോ? സിമി പറഞ്ഞോ? ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞോ? തബ്ലീഗ് ജമാഅത്ത് പറഞ്ഞോ? ഇല്ല. അവർക്കതിനൊന്നും സമയമില്ല. അതുകൊണ്ട് തൗഹീദിന് വേണ്ടിയാകുന്നു ഈ കാര്യങ്ങളെല്ലാം വേണ്ടത്. അതിന് അതിൻ്റെതായ സന്ദർഭങ്ങൾ വേണം. ഒരാൾ തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് തെളിയിക്കേണ്ടത് ആരാണ് എന്നതാണ് അടിസ്ഥാനപരമായുള്ള രണ്ടാമത്തെ വിഷയം ഇവിടെ. അതായത് നമ്മളെല്ലാവരും പറയാണ് ഇന്നയാളാണ് മോഷ്ടിച്ചത്, കൈമുറിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെന്താ? ഒരാൾ കട്ടിരിക്കുന്നു, ഒരാൾ തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് തെളിയിക്കേണ്ടത് ആരാണ്? കോടി ആള് പറഞ്ഞാലും തെളിയിക്കേണ്ടതാര്? തീരുമാനിക്കേണ്ടതാര്? വിധിക്കേണ്ടതാര്? അവിടെയാണ് പ്രശ്നം. അത് കോടതിയാണ്. അധികാരപ്പെട്ടവരാണ്. കോടതിയാണോ NDF? കോടതിയാണോ സിമി? കോടതിയാണോ ജനകീയ വിചാരണ സമിതി? അല്ല. അപ്പൊ ഈ രാജ്യത്ത് എന്തും നടക്കാം. അല്ല, സ്ത്രീധനം വാങ്ങുന്നുണ്ടല്ലോ,
ഇല്ലേ? എന്താ അതിന്റെ ശിക്ഷ? NDF-ന്റെ ശിക്ഷ എന്താ? പുറത്താക്കുക. അത് ഇസ്ലാം മതം പറഞ്ഞതാ. എവിടുന്ന ഈ പുറത്താക്കണം? ഇസ്ലാം മതത്തിനല്ലാതെ വേറെന്ത് പുറത്താക്കല്? അതിന് ഇസ്ലാമിന്റെ ഒരു ശിക്ഷ ഉണ്ടാവുമല്ലോ. എവിടെ കൈമുറിച്ചോ? NDF-കാരന്റെ കൈമുറിച്ചോ? സ്ത്രീധനം വാങ്ങിയ NDF-കാരന്റെ കൈമുറിച്ചോ? ഇല്ല. എന്തേ? പിന്നെ RSS-കാരത്തെല്ലാം മാത്രം ആണോ? ശരി, ഇത്രയേ ഉള്ളൂ. ലളിതമാണ് വിഷയം. തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് തെളിയിക്കേണ്ടത് ആരാ? അതാ പ്രശ്നം. അത് ഞാനും നിങ്ങളുമാണോ? ഞാനും നിങ്ങളുമാണോ? ആരെങ്കിലും പറയലാ? അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങൾ മുഴുവൻ കുറ്റവാളികളാണെന്ന് പറയാൻ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ ഇവിടെയില്ലേ? അവരത് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നമുക്കെന്താ പറയാനുള്ളത്? അവർക്കെതിരെ നമ്മൾ വിധിക്കാൻ നമുക്ക് അധികാരമുണ്ടെന്ന് വന്നാൽ നമുക്കെതിരെ അവരെ വിധിക്കാൻ അവർക്ക് അധികാരമില്ല എന്ന് പറയാൻ പറ്റുമോ? പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കൂലേ? നമ്മളെ സമ്മതം കാത്തുക്കുവോ? അല്ല. 7 നൂറ്റാണ്ട് ഇന്ത്യ മഹാരാജ്യം മുസ്ലിങ്ങൾ ഭരിച്ച് അല്ലേ? ഭൂരിപക്ഷം മുസ്ലിങ്ങളായിട്ടാ? അല്ല, അല്ല. ഇനി അതിനുശേഷം ബ്രിട്ടീഷുകാരിവിടെ ഭരിച്ചു. തീവ്രവാദത്തിന്റെ അടിവേരായ വഴിമരുന്നിട്ട ജമാഅത്തെ ഇസ്ലാമി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല. ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വർഗീയമായ, ഏറ്റവും രാജ്യദ്രോഹകരമായ പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമിയാണ്. RSS-നേക്കാൾ. എന്തുകൊണ്ട്? RSS-നോട് മഹാഭാരതം പറഞ്ഞിട്ടില്ല, രാമായണം പറഞ്ഞിട്ടില്ല, ശ്രുതികൾ പറഞ്ഞിട്ടില്ല, സ്മൃതികൾ പറഞ്ഞിട്ടില്ല. ഇതൊന്നും പാടില്ല. ഇതൊക്കെ പാടില്ല എന്ന് പറഞ്ഞ ഖുർആൻ കയ്യിലേറ്റി തോളിലേറ്റി നെഞ്ചത്തേക്ക് കൊണ്ടുകിടക്കുന്ന ജമാഅത്തെ ഇസ്ലാമി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു.